എനിക്ക് നിന്റെ ചേച്ചിയോട് ദേഷ്യമില്ലാതാവണമെങ്കിൽ നിന്റെ ചേച്ചി വന്ന് എൻ്റെ മമ്മിയോട് ക്ഷമ പറഞ്ഞാൽ പറ്റും. എന്നാലേ പ്രശ്നം സോൾവ് ആകും. ഞാൻ പോവാ. ഇനി ഇതാരെങ്കിലും കണ്ടുണ്ടോ എന്ന് അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. ചേട്ടാ, കുഞ്ഞമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ? ത്രിവേണിയായിട്ടോ? അതെ. ത്രിവേണിയായിട്ട് എനിക്കെന്താ പ്രശ്നം? അപ്പൊ ഇല്ലേ? ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ. വെറുതെ ടെൻഷൻ അടിച്ച്. ചേട്ടനൊരു പ്രശ്നമില്ലല്ലോ കുഞ്ഞമ്മയോട്. അവൻ എന്നോടല്ല പ്രശ്നം, അവന് ചേച്ചിയോടാ പ്രശ്നം. അമ്മയോടോ? അർജുൻ പറയുന്നത് ചേച്ചിയെ തെറ്റെയ്തെന്നാ. ആ മായ്മേനോട് പരസ്യമായിട്ട് സോറി പറയണമെന്ന്. കുഞ്ഞമ്മ, അതൊന്നും നടക്കാൻ പോണില്ല. അതൊന്നും നടക്കാൻ പോണില്ല, എനിക്കും അറിയാം. കുഞ്ഞമ്മേ, നിങ്ങൾ തമ്മിൽ ഒന്നിക്ക് എന്തൊക്കെ തടസ്സങ്ങളാ? നിങ്ങൾ മൂന്നാം നാളാണോ? ഒന്ന് പോയേടി. 3 നാള് പിന്നല്ലാതെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. തൽക്കാലം അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണ്ട, അതാ നല്ലത്. എന്തേലും വഴി എങ്ങനെയെങ്കിലും തെളിഞ്ഞു വരും. അതൊരു വെയിറ്റ് ചെയ്യാം നമുക്ക്. ആ മായ്മക്ക് ഒരടിയുടെ കുറവുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ, അത് കിട്ടിയല്ലോ. എന്നാലും ചേച്ചി അടിക്കാൻ പോയപ്പം ആർക്കെങ്കിലും ഒന്ന് തടയായിരുന്നു. സപ്പോർട്ട് ഇപ്പൊ അപ്പുറത്തേക്ക് പോയോ? അതൊന്നും അല്ലടി, ടെൻഷൻ കൊണ്ട് പറയുന്നതാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ടെൻഷൻ അടിക്കാതെ കുഞ്ഞമ്മ. ഇപ്പോ അമ്മയ്ക്ക് തന്നെ തോന്നാലോ മായമ അടിക്കണ്ടായിരുന്നു എന്ന്. ചിലപ്പോ അമ്മ മായമയത്തെ സോറി പറഞ്ഞാലോ? അങ്ങനെയും പ്രശ്നം തീരാലോ. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കൂന്നൊക്കെ ചോദിച്ചാ ചിലപ്പം. അർജുനും ത്രിവേണി ഒന്നിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടെസ്റ്റ് സംഭവിക്കും? അതല്ല, അർജുനും ത്രിവേണി അടിച്ച് പിരിയാനാ യോഗമെങ്കിൽ അങ്ങനെയും ടെസ്റ്റ് നടക്കാം. എന്തായാലും ടെസ്റ്റ് ഉറപ്പാ. ഞാൻ ചേച്ചിയോട് അർജുന്റെ കാര്യം പറഞ്ഞു നോക്കിയാലോ? എന്താടി എന്ത് പൊട്ടത്തരേ പറയുന്നേ? അപ്പൊ തന്നെ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാകും കുഞ്ഞമ്മ. അത് വേണോ? വേണ്ട വേണ്ട, നമുക്ക് മിണ്ടാണ്ടിരിക്കാം, ആ നല്ലത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലടാ, ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. റിലേറ്റീവ്സിന് അവിടെ. അതെ അതെ, കുറച്ച് തിരക്ക്. ക്ലബിലേക്ക് ഞാൻ വരാം. ആവും, പറ നമ്മുടെ ടീംസിന്റെ അടുത്തൊക്കെ പറ. ഞാൻ പിന്നെ വിളിക്കാവേ. ശരി ശരി. കിഷോറേട്ടാ, മായ്മ ദേഷ്യത്തിലാണോ? ദേഷ്യത്തിലാണോന്ന്? ദേഷ്യത്തില, നല്ല ദേഷ്യത്തില. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോ നോക്കാം, സമയമുണ്ടല്ലോ. അർജുൻ പറയുന്നത് ചേച്ചി മാപ്പ് പറയണമെന്നാ. അവൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ അതൊരിക്കലും നടക്കൂല കിഷോറേട്ടാ. ഈ വിഷമിക്കാതെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം. കുറച്ച കാലം കഴിയുമ്പോൾ എല്ലാം ശരി. എന്താടി രണ്ടുപേരും തമ്മിൽ സംസാരം? ഒന്നുമില്ല, മായയെക്കുറിച്ച് തന്നെ സംസാരിക്കുക. എന്നെ കുറിച്ചാ? എന്ത്? ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഓഹോ, അപ്പൊ ചേച്ചിക്കും അനിയത്തിക്കും എന്നെ തല്ലി പഠിക്കണായിരിക്കും അല്ലേ? ആണാടി, നിന്നോടാ ചോദിച്ചത് ആണോന്ന്? അതൊന്നും അല്ല മായ, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അതിനെക്കുറിച്ച് ത്രിവേണി പറഞ്ഞു എന്നേ ഉള്ളൂ. കൊള്ളാം കിഷോർ, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇനി സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. മായ്മ, ചേച്ചിക്ക് അറിയാതെ പറ്റിയതാന്ന് കണ്ട് ക്ഷമിച്ചൂടെ? ആര് പറടി അറിയാണ്ട് പറ്റിയ തെറ്റാന്ന്? അവളത് അറിഞ്ഞോണ്ട് മനഃപൂർവ്വം ചെയ്തതാ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പറ്റിയതാ മായമ്മ. നിനക്കെന്താടി
എന്നോട് പെട്ടെന്നൊരു സ്നേഹം. ഏയ് അതൊന്നുമല്ല, വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനാണോന്ന്? ഞാൻ വളരെ സമാധാനത്തിലല്ലേ നിന്റെ ചേച്ചിയോട് പെരുമാറിയത്? അവളല്ലടി ഓരോന്ന് കാണിച്ചു കൂട്ടിയത്. അവളിപ്പോ കുറ്റം പറഞ്ഞ എന്നെയാ. എന്തിനാടി ഇവര് നിന്നോട് ചൂടാകുന്നത്? ആരാ? ആ അവളെ നീയാ? എന്താ കണ്ണ് കാണത്തില്ലേ നിങ്ങക്ക്? നന്നായിട്ട് കാണാം. എന്താ നിനക്ക് വേണ്ടത്? വേണ്ട എന്താന്ന് ഞാൻ പറഞ്ഞോളൂ. എന്തിനാടി ഇവര് നിന്നോട് വഴക്കൂടുന്നത്? മായമ്മ ദേഷ്യപ്പെട്ടതല്ല ചേച്ചി. കള്ളം പറയരുത്. ഞാൻ കണ്ടല്ലോ ഇവര് നിന്നോട് ചൂടാകുന്നത്. ഇല്ല അവണി, അവണിക്ക് വെറുതെ തോന്നിയതാ. വെറും കാഷ്വൽ ടോക്ക് ആയിരുന്നു. നത്തിങ്, ഒന്നുമില്ല. ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന്? ആടി ഞാൻ ഇവിടെ വഴക്കിട് തന്നെയാ. ഞാൻ ഇവളോട് വഴക്കിടും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിനക്ക് എന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നം ഉണ്ടേലും ഇല്ലേലും എന്നോട് വഴക്കിടുന്ന പോലെ ആയിരിക്കില്ല അവളുടെ അടുത്ത് വഴക്കിടുന്നത്. എന്റെ അത്ര പോലും ക്ഷമ അവക്കില്ല. അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടേണ്ടി വരും. നിങ്ങളൊന്ന് പോയേ. എനിക്ക് പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല. പിന്നെ എനിക്കിട്ടൊരു പണി തരാതെ നിങ്ങൾക്ക് ഉറക്കം വരില്ല എന്ന് എനിക്കറിയാം. അത് നേർക്ക് നേരെ ആവണം. അല്ലാതെ ഇവളെയോ എന്റെ പിള്ളേരെയോ എന്റെ കെട്ടിയോനെ അതിലേക്ക് വലിച്ചിടരുത്. വലിച്ചിട്ടാ നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നേർക്ക് നേരെ നിന്നല്ലോ നിങ്ങൾക്ക് ശീലം. അങ്ങനെ ആയിരുന്നെങ്കിൽ ആരും കാണാതെപ്പോ ജോലി കളയാൻ ഓഫീസിൽ വന്ന് നിൽക്കുകയും പിന്നെ അത് ഞാനല്ലാന്ന് കൊട്ടിഘോഷം നടക്കുകയും ചെയ്യില്ലല്ലോ. എടി ഞാൻ നിന്റെ ജോലി കണക്കായി പോയി. അത് ചെയ്തെങ്കിലേ കാണിക്കാനുള്ള മനക്കെട്ടി ഉണ്ടായിരിക്കണം. അല്ലെ കുറെ കാലം ഇവിടെ കിടന്നോണ്ട് ഞാനല്ല ചെയ്തെന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക്? ഇപ്പൊ എങ്ങനെ തെളിഞ്ഞു കാര്യങ്ങളൊക്കെ? എനിക്ക് പറയണം തോന്നി, അപ്പൊ ഞാൻ പറഞ്ഞു. ഞാൻ മര്യാദയുടെ ഭാഷ നിങ്ങൾ പറഞ്ഞപ്പോ നീ എന്തോന്ന് കാണിച്ചു കൂട്ടിയത്? നീ വലിയ ആണാകാൻ വേണ്ടി നീ തല്ലിയിലടി. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒന്നും ഓരോ പ്രശ്നം ഉണ്ടാക്കരുത്. മോനേട്ടാ പ്രശ്നമൊന്നുമില്ല. നീ മിണ്ടായിരിക്കും. എനിക്കിവിടെ കുട്ടിക്കാലം തൊട്ട് അറിയാവുന്നതാണ്. നിനക്ക് അടങ്ങാൻ ഉദ്ദേശമില്ലെങ്കിൽ നിന്നെ അടക്കാൻ എനിക്കറിയാം. ഈശ്വരേട്ടാ വിളിച്ചോണ്ട് പോയേ. ഡേയ് പോടേ. അവൻ വന്നിരിക്കുന്നു മായാവതിയുടെ കളിക്കാൻ. അവണി, നീ അവള് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ഞാൻ അവരെ ഒന്ന് വരട്ടിയതാ. അപ്പൊ മായയല്ലേ നിന്നെ വരട്ടിയത്? അല്ല, ഞാനാ. സാരമില്ല, ഇടക്കൊക്കെ ഒന്ന് വരട്ടുന്നല്ല അല്ലേ ഈശ്വരേട്ടാ? വാ അവണി, നമുക്കെല്ലാം കഴിക്കാം. നല്ല വിശപ്പുണ്ട്. എല്ലാം ശരിയാവും മോളെ, വിഷമിക്കാതെ. എനിക്ക് തോന്നില്ല കിഷോറേട്ടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ വെറുതെ ആവശ്യമില്ലാത്ത വഴക്കുണ്ടായത്. കിഷോറേട്ടാ ഇവിടെ വല്ല ഒച്ചപ്പാടും ബഹളം ഉണ്ടായാ? ഇവിടെ ചെറിയൊരു കശവിശ. ആരൊക്കെ? അത് മായയും അവണിയും മോഹനും ഒക്കെ. മിസ്സായി. എന്ത്? അവര് വഴക്കുണ്ടാക്കുന്ന കാണാൻ പറ്റിയില്ലല്ലോ. സാരയില്ല, അടുത്ത വഴക്ക് ഉടനെ ഉണ്ടാവുമല്ലോ, അത് കാണാം. ഇങ്ങനെ മോള് ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല വാണിയമ്മ, കഴിച്ചില്ല. മോള് വാ, വാണിയമ്മ ഭക്ഷണം എടുത്തു. മോഹനേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. എനിക്ക് ചേട്ടനോടാ പറയാനല്ലേ. ഓ, ഞാൻ പോണായിരിക്കും. വാ പിള്ളേരെ, നമുക്ക് പോവാം. ഇനി ഞങ്ങളും പോണായിരിക്കും. നീ വാടാ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഏട്ടാ. എന്താണ് ഇവിടെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താണ് പ്രശ്നം? ഇപ്പൊ മായമ്മയും ചേച്ചി ഉടക്കി. ഇനി മായമ്മ പുതിയ പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരും. ഇവിടെ ഇപ്പൊ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട് ഏട്ടാ. ഇവിടെ ഇപ്പൊ വേറെ എന്താ പ്രോബ്ലം? നമുക്ക് തോന്നുന്നു ഈ വലിയ വലിയ പ്രോബ്ലംസ് പോലും ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. മാപ്പ് പറയാനാ? ആരോട് മാപ്പ് പറയാൻ? ചേച്ചി മായമ്മേനോട്. ചേച്ചി അറിയാതെ മായമ്മേനെ തല്ലിപ്പോയി. ഇനി മായമ്മ അത് മനസ്സിൽ വെച്ച് പെരുമാറും. അപ്പൊ ഒരു മാപ്പ് പറയുന്നല്ലേ നല്ലത്.
നമ്മളെല്ലാരും ഒരു വീട്ടിൽ കഴിയുന്നല്ലേ ഏട്ടാ, വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങള്? ചേച്ചി ഓടിച്ചെന്ന് മായമേനോട് മാപ്പ് പറയാനല്ല ഞാൻ പറയുന്നേ. ചേട്ടനൊന്ന് ആലോചിക്ക്, അതല്ലേ നല്ലത്. സമയം എടുത്തിട്ടാണെങ്കിലും പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീരൂലോ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാന്ന് ഏട്ടന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേച്ചിനോട് സംസാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഞാൻ ആലോചിക്കാം. ചേട്ടൻ നല്ലപോലെ ആലോചിക്കും. ശരിയെന്നാ. സീക്രട്ട് പറച്ചിലൊക്കെ കഴിഞ്ഞാ? കഴിഞ്ഞു. എന്താന്ന് പറ. സീക്രട്ടാ? അതെങ്ങനെ പറയാൻ പറ്റൂ? ഓ, സീക്രട്ട്. നിന്റെ സീക്രട്ടൊക്കെ ഇങ്ങേരെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണം എന്ന് എനിക്കറിയാം. പറ, അവളെന്താ പറഞ്ഞെന്ന് പറ ത്രിവേണി. അതൊന്നുമില്ല. എന്താണ് ത്രിവേണി എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല കാര്യമായിട്ട്. എങ്ങനെ മോനേട്ടാ, വെറുതെ കളിക്കില്ലേ? അവള് നിങ്ങളെ മാറ്റി നിർത്തി രഹസ്യം പറഞ്ഞല്ലോ. ഞാൻ അറിയുന്ന രഹസ്യം മതി ഇവിടെ. പറ. അതാ അത് ത്രിവേണി അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. നീ മായം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇനി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേ. ഇന്നലെ തന്നെ കണ്ടില്ലേ, അതുപോലെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവും അവൾക്കൊരു പേടി. ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞതാ വീട്ടിൽ പോയി നിൽക്കാൻ. ഇവിടെ വന്ന് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിക്കോളും. ചേച്ചിയുടെ കാര്യത്തില് അനിയത്തിക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടാവില്ലേ, അത്രേ ഉള്ളൂ. എടി ത്രിവേണി, ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. എടി, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ പോയി നിൽക്കാൻ. വെറുതെ ഇവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടാനായിട്ട്. ഞാനൊന്നും ആലോചിച്ചു കൂട്ടിയില്ല. എന്താ കള്ളം പറയരുത്. പിന്നെ നീ മോനോട് എന്താ പറഞ്ഞത്? ആ ബെസ്റ്റ്. അച്ഛനോട് സീക്രട്ട് ആയിട്ട് പറഞ്ഞ കാര്യം അച്ഛമ്മ അമ്മയോട് പറഞ്ഞ. കുഞ്ഞമ്മ നല്ല ആളോടാ സീക്രട്ട് പറഞ്ഞത്. ഞാൻ അവസാനമായിട്ട് പറയാ, ഇവിടെ നിന്ന് വല്ലതും ചിന്തിച്ചു കൂട്ടാനാണ് പ്ലാനെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടോ. ഞാൻ ഒന്നും ചിന്തിച്ചു കൂട്ടുന്നില്ല. ആ ഇല്ലേ, നിനക്കൊള്ളാം. അടങ്ങി അപ്പുറത്ത് വല്ലതും പോയിരിക്കാൻ നോക്കും. ചെല്ല്. അച്ഛൻ നല്ല ആളാ. എല്ലാം പോയി അമ്മയോട് പറഞ്ഞല്ലേ? ത്രിവേണി പറഞ്ഞ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവളിങ്ങനെ കുത്തി കുത്തി ചോദിച്ചോണ്ടിരുന്നപ്പോ ഞാൻ വായി തോന്നിയത് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ത്രിവേണി പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചായിരുന്നു. ശരിയാണ്, ഒരു ക്ഷമ പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഞാൻ ആവണിയായിട്ട് സംസാരിക്കാം. എന്തായാലും ഒരു വീട്ടിൽ താമസിക്കണവരല്ലേ, എന്തിനാ വെറുതെ വഴക്കും വെക്കാനോ ഒക്കെ. നീ ഇതെവിടെയാ? ഇന്നൊറ്റയ്ക്ക് കിട്ടുന്നേ ഇല്ലല്ലോ. എപ്പോ നോക്കിയാലും ചേച്ചിയോടൊപ്പം. നീ ഒന്ന് പോയേ. നീ ഇതാരെങ്കിലും കണ്ടിട്ട് വേണം വലിയ പ്രശ്നമാവാൻ. എടി, ഞാനിപ്പോ ആലോചിക്കുന്ന വെച്ചാല് ഈ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ കാര്യം കൂടി മമ്മിയുടെ അടുത്ത് പറഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാവും. നീ ഇപ്പൊ ചെല്ല്, എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. മാറാമോ? എന്താടി ഇവിടെ എന്തൊക്കെയായിരുന്നു? ഞാൻ ചേച്ചിയുടെ തുണി എടുക്കാൻ വന്നതാ. അല്ല, ഇവിടെ തുണി എടുക്കുന്ന ഇവിടെ നിനക്കെന്താ കാര്യം? അതിൽ മമ്മി, ഞാൻ ജസ്റ്റ് കൂടെ പോയപ്പോ അതല്ല, ഞാൻ അവളോട് കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യം? അത്
ആവണീച്ച് അവരുടെ അടുത്ത് വന്ന് സോറി പറയേണ്ട കാര്യം. എന്നിട്ടെന്താ ഇവിടെ സമ്മതിച്ചോ ഇവിടെ ചേച്ചിനെ കൊണ്ട് എന്നോട് സോറി പറയിപ്പിക്കാന്ന്? എന്താ ഐഡിയ കാര്യം? നീ ചോദിച്ചത് കേട്ടില്ലേ? എപ്പോ പറയുന്നൊരു ചേച്ചി മാപ്പ്? അല്ലെ നിനക്കൊന്നൊരു ചേച്ചിക്ക് ഇവിടെ സമാധാനിച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ കാര്യം ഞാൻ പറഞ്ഞേക്കാം. കേറി ഭാഗത്ത് തുണി എടുക്കട്ടെ. ആകെ പിന്നെ എടുത്താൽ മതി. കണ്ട, നിങ്ങൾക്ക് എന്നോട് ഒരല്പം പോലും സ്നേഹമില്ല. പക്ഷെ എന്റെ മോൻ അർജുന് അവനും മമ്മിനോട് സ്നേഹമുണ്ട്. ഇങ്ങനെ വേണം മക്കളായ. അവൻ എന്റെ മോനാ. അതെ, അതുറപ്പാണ്. ആ, ഞാൻ കണ്ടല്ലോ, നല്ല സ്നേഹമുണ്ട്. അതെന്താ ഒരുമാതിരി? ഇല്ലില്ല, ഞാൻ കണ്ട അവരെ സപ്പോർട്ട് ചെയ്തു. നിങ്ങളായിട്ട് നീ ഇവനെ വഷളാക്കരുത്. അർജുൻ, വെൽ ഡൺ. എന്റെ കയ്യും കാലും വരച്ചിട്ട് ഇതുവരെ നിന്നിട്ടില്ല. എന്റെയും. ശരി, പക്ഷെ നിന്റെ പെർഫോമൻസ് കൊള്ളാട്ടോ. കറക്റ്റ് ടൈമിൽ നീ ഇട്ട്. ഗുഡ് ഐഡിയ. താങ്ക്സ് പാപ്പാ. എടാ മോനെ, ഒരു കാര്യമുണ്ട്. ഒരു പ്രശ്നം മൊത്തമായിട്ട് തീരട്ടെ, എന്നിട്ട് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കൽ. ഓക്കെ? മായ്മ വന്നപ്പോ നിനക്കൊന്നും പറയണ്ടായില്ലേ? അത് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. ആ, നീ വേണ്ടാന്ന് വെക്കും. നിന്റെ മുട്ടിടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടതാ. ധൈര്യം ഇല്ലാത്തവൻ. മോനെ, നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. മായമ്മ എനിക്കിട്ട് തരുന്നുണ്ട്. നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ത്രിവേണി നിന്റെ മായമ്മയായിട്ട് മാറും. അതെ, ഇത് കിഷോർ കുമാർ, ഇത് അർജുൻ കിഷോറാ. ഞാനും കല്യാണം കഴിക്കണതിന് മുമ്പ് ഇതുമാതിരി ഡയലോഗൊക്കെ അടിച്ചതാ. കല്യാണം ഒന്ന് കഴിയട്ടെ കേട്ടാ. കാണാം. അർജുൻ കിഷോർ കാണാം. ഒന്ന് പോയ പാപ്പാ. ഞാൻ പോവാ. കാണാ. മോനേട്ടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. എല്ലാരും എന്നോട് വേണ്ട, ഇപ്പൊ പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ അതിനെപ്പറ്റി ഓർക്കാൻ വേണ്ട. ഞാനും നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളതല്ലേ. അതെല്ലാം ക്ഷമിച്ചോളല്ലേ നീ? നിന്നോട് ക്ഷമിക്കാൻ നീ എന്തിനാ പറയുന്നത്? എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ എന്നെ വെറുക്കാതിരുന്നാ മതി.